കായലിൻ്റെയും കയറിൻ്റെയും കശുവണ്ടിയുടെയും സ്വന്തം ദേശമായ ദേശിങ്കനാട്. 4 ലക്ഷം ജനസംഖ്യയാണ് നമ്മുടെ നഗരത്തിലുള്ളത്. ഒരാൾ 350 ഗ്രാം എന്ന നിലയിൽ 164 ടൺ ഖരമാലിന്യമാണ് ഒരു ദിവസം കൊല്ലത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ദിവസം ആകെ ഉണ്ടാകുന്ന മാലിന്യത്തിന്റെ 60% ജൈവ മാലിന്യവും 40% അജൈവ മാലിന്യവുമാണ്. ഈ കണക്ക് പ്രകാരം ഏതാണ്ട് 38.4 ടൺ ജൈവ മാലിന്യവും 65.5 ടൺ അജൈവ മാലിന്യവുമാണ് ദിവസവും ഉണ്ടാകുന്നത്. ഇതോടൊപ്പം 16.4 ടൺ പ്ലാസ്റ്റിക് മാലിന്യവും ഉണ്ടാകുന്നു. മാലിന്യങ്ങൾ തരംതിരിച്ച് സെമി അണ്ടർഗ്രൗണ്ട് ബിന്നുകളിൽ നിക്ഷേപിക്കുന്നു. മാലിന്യങ്ങൾ ഒരു നിശ്ചിത അളവിൽ എത്തുന്നതോടുകൂടി ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള സെൻസറുകൾ മുഖാന്തരം കൺട്രോൾ റൂമിൽ അറിയുകയും ചെയ്യുന്നു. ഫുഡ് വേസ്റ്റ്, മറ്റ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് ഈ ബിന്നുകളിൽ നിന്നും കവർ ചെയ്ത വണ്ടികളിൽ വേസ്റ്റ് ടു എനർജി പ്ലാന്റുകളിൽ കൊണ്ടുവന്ന് കളക്ഷൻ ടാങ്കുകളിൽ നിക്ഷേപിക്കുന്നു. ഇവ 160 ഡിഗ്രി ഫാരൻഹീറ്റിൽ 1 മണിക്കൂർ നേരം ചൂടാക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പാത്തോജനുകൾ ഉണ്ടെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനുശേഷം വളവുമായി കലർത്തി ഡൈജസ്റ്റർ ടാങ്കുകളിൽ എത്തിക്കുന്നു. അനറോബിക് ഡൈജസ്റ്റർ എയർ ടൈറ്റ് ഉള്ളതായ ഒരു ടാങ്കാണ്. ഇവയ്ക്ക് 3 ലക്ഷം ഗാലൻ കപ്പാസിറ്റി ഉള്ളവയാണ്. ഇവിടെ ഈ മിശ്രിതം 100 ഡിഗ്രി ഫാരൻഹീറ്റിൽ 20 മുതൽ 30 ദിവസം വരെ സൂക്ഷിക്കും. ഈ കാലയളവിൽ ഡൈജസ്റ്ററിനുള്ളിലെ മൈക്രോ ഓർഗാനിസങ്ങൾ ഈ മിശ്രിതത്തിന് ബയോഗ്യാസായും നൈട്രജൻ സമ്പുഷ്ടമായ വളവുമായി മാറ്റുന്നു. ബയോഗ്യാസിൽ 60% മീഥൈൻ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ സ്റ്റോർ ചെയ്ത് ഗെയിൽ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വിൽക്കുവാൻ സാധിക്കും. വളം നൈട്രജൻ സമ്പുഷ്ടമായതിനാൽ ഓർഗാനിക് വളമായി വിൽക്കുവാനും സാധിക്കും. വായു, ജലം എന്നിവ അനറോബിക് ഡൈജസ്റ്റിംഗിലൂടെ മലിനമാക്കപ്പെടുന്നില്ല. ഇങ്ങനെയുള്ള അനറോബിക് ഡൈജസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗപ്പെടുത്തി വേസ്റ്റിനെ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവൃത്തിയാണ് കൊല്ലത്ത് കുരീപ്പുഴയിൽ നിർമ്മിക്കുന്നത്.